വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ നാട് പഴയന്നൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ. അപ്പോൾ ഇത് നമ്മുടെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയ ചെറിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ അമ്പലം വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കാനുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ ഫ്രണ്ടിലത്തെ ഡോറ്. അതിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. അവിടെ ഒരു ആനയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിറമാലയാണ്, പഴയന്നൂർ നിറമാലയുടെ കുറച്ച് ദിവസം മുമ്പായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഷർട്ടൊക്കെ ഊരിയിട്ട് വേണം ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അതിനുശേഷം ഇവിടെയുള്ളത് ഭഗവതിയാണ്, പഴയന്നൂർ അമ്മയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് കോഴിയമ്പലം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ പൂവൻ കോഴികളൊക്കെ ഇല്ലേ, നമ്മുടെ ആഗ്രഹസാധ്യത്തിനും ഒക്കെയായിട്ട് ഇവിടെ കോഴികളെയാണ് വഴിപാടായിട്ട് കൊടുക്കുന്നത്. അതവിടെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിലൊക്കെ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാത്ത സമയത്ത് ഇങ്ങനെ അമ്പലത്തിൻ്റെ എല്ലാം അവിടെ ഇങ്ങനെ നടക്കും, മതിലൊക്കെ കയറിയിരിക്കില്ല, അങ്ങനെ എല്ലാം ചെയ്യും. ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പാറിപ്പറന്ന് ഇങ്ങനെ നടക്കാം. അത് ഈ അമ്പലത്തിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകതയാണ്. കോഴികളെയാണ് ഇവിടെ വഴിപാടായിട്ട് കൊടുക്കുന്നത്. പൂവൻ കോഴികളെയാണ് കൂടുതലും. കോഴിയമ്പലം എന്നൊക്കെയാണ് ഇത്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു അമ്പലമാണ്, നല്ല പഴക്കമുള്ള അമ്പലമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പഴയന്നൂരമ്മയും കൊടുങ്ങല്ലൂരമ്മയും തമ്മിൽ ചേച്ചിയനിയത്തി ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ പുരാണ കഥകളൊക്കെ ഉണ്ട് ഈ അമ്പലത്തിനെ പറ്റിയിട്ടും ഇവിടുത്തെ കോഴികളെ പറ്റിയിട്ടൊക്കെ കേട്ടോ. പഴയന്നൂരമ്മയെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശിവൻ്റെ ഈ അമ്പലത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ ശിവനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. പഴയന്നൂരമ്മയൊക്കെ അവിടെയാണ്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ചുറ്റും കുളമാണ്. ഇവിടെ ആറാട്ടും നിറമാലയാണ് മെയിനായിട്ട് നടത്തുന്ന വിശേഷങ്ങൾ. അതുപോലെ ഈ ആറാട്ട് സമയത്ത്, ആറാട്ടിൻ്റെ ദിവസം ആൺകുട്ടികളെല്ലാം കണ്ണെഴുതും കേട്ടോ, കൺമഷി എഴുതി. അത് ഞാനും അധികം കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അത്, നമ്മുടെ പഴയന്നൂരമ്പലത്തെ. പിന്നെ ഇതാ ഈ സൈഡിൽ നമ്മുടെ കുളമുണ്ട്. ചുറ്റും കുളമാണ്, 3 സൈഡ് അങ്ങനെ കുളമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ അവിടെ മീനുണ്ടെന്നും പറഞ്ഞ് അച്ഛനും മക്കളും കൂടി ഇതാ മീനിനെ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇവർ കുളത്തിൽ മീനിനെയൊക്കെ കണ്ടുപിടിച്ചു കിട്ടും. എന്നിട്ട് കണ്ണൻ മീനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ നിന്നിട്ട്. അച്ഛനും മക്കൾക്കും മീനൊക്കെ പിന്നെ ഭയങ്കര ഒരു പ്രാന്താണ്. അതുകൊണ്ട് മീനൊക്കെ എവിടെയുണ്ടെങ്കിലും ഇങ്ങനെ പോയി നോക്കാനും ഒക്കെ ഇത്. അപ്പോൾ നമ്മുടെ അമ്പലം ആണെങ്കിലും നല്ലൊരു അന്തരീക്ഷമാണ്, ചുറ്റും കുളവും പിന്നെ കോഴികളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ്. അപ്പോൾ മീനിനെയൊക്കെ കണ്ടു കഴിഞ്ഞു വന്നു. പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റേജാണ്, നവരാത്രിക്കൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെയുള്ളത് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്. ശിവൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത്. ഇതാണ് നമ്മുടെ റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അതാ മെയിൻ റോഡ്, ഇത് എൻട്രൻസ്. ഇത് നമ്മുടെ കാർ പാർക്കിംഗ് അങ്ങനെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാറോ വണ്ടിയോ ഒക്കെ അങ്ങനെ പാർക്ക് ചെയ്യാം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തൊഴുകലൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് പഴയന്നൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പഴയന്നൂർ അമ്പലം കോഴിയമ്പലം എന്നൊക്കെ അറിയപ്പെടുന്നു. നമ്മൾ ശരിക്കും അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നടന്ന് കാണാനും കുറച്ച് കാഴ്ചകളൊക്കെ വേണമല്ലോ. അപ്പോഴല്ലേ നമുക്ക് നല്ല ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുക. ജസ്റ്റ് തൊഴുത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ അമ്പലം ആകുമ്പോൾ അതാ ഇങ്ങനെ നടന്ന് കാണാനും കുളവും ഭംഗിയും ആ നാച്ചുറൽ ഫീലും എല്ലാം കിട്ടുമ്പോഴാണ് നമ്മുടെ മൈൻഡും എല്ലാം ഒന്ന് റീഫ്രഷ് ആവുന്നത് അല്ലേ. അപ്പോൾ അതവിടെ കുറേ നടക്കാനൊക്കെ ഉണ്ട്. ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണല്ലോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ അമ്പലം എല്ലാം ചുറ്റി കണ്ടു. ഇവിടെ കുറേ പ്രതിഷ്ഠകളും എല്ലാം ഉള്ളത് കൊണ്ട്, പിന്നെ നിറമാലകളുടെ തിരക്കും ആയതുകൊണ്ട് ഇതാ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ എല്ലാ ചുറ്റിക്കാണലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മുടെ പഴയന്നൂർ അമ്പലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.